തരൂരിൻ്റെ പ്രശംസാ വിവാദം കത്തി നിൽക്കെ ഒരു കാര്യം കൃത്യമായി രണ്ടുപേരുടെ പ്രതികരണത്തിൽ നിന്നും ബോധ്യപ്പെടുന്നുണ്ട്. നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ തരൂരിനും പിണറായിക്കും ഒരേ തരം കാഴ്ചപ്പാടുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല. എങ്ങനെയെന്നല്ലേ, കഴിഞ്ഞ ദിവസം മലയോര ഹൈവേയുടെ ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിന് സമാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്നിപ്പോൾ ശശി തരൂരും പറയുന്നത് കേട്ടു. നാടിൻ്റെ ഭാവി എന്നത് നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, ആ തലമുറക്ക് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഇപ്പോൾ നാളത്തെ പൗരന്മാരാണ് നമ്മുടെ നാടിൻ്റെ പ്രധാന വക്താക്കളായി മാറേണ്ടവരാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ. അവർ വളർന്നു കഴിഞ്ഞാൽ നമ്മെ, ഇന്നത്തെ മുതിർന്നവരെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. നിങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിപ്പിക്കാനിടവരരുത്. കാലാനുസൃതമായ വികസനം നാടിനുണ്ടാവണം. ഞാൻ എല്ലാ കാര്യത്തിലും ഒരു രാഷ്ട്രീയക്കാരനെ പോലെ ചിന്തിക്കില്ല എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാനൊരു മലയാളിയും ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങളുടെ താല്പര്യം എന്താണ്? വികസനമല്ലേ? നമ്മൾക്ക് നമ്മുടെ മക്കളെ ഈ സംസ്ഥാനത്ത് തന്നെ എടുത്തു വെക്കണ്ടേ? അതിനുവേണ്ടി ഇവിടെ തൊഴിലില്ലായ്മ, തൊഴിൽ സാധ്യതകൾ വേണ്ടേ? ആ സാധ്യതകൾ വരാൻ പുതിയ ബിസിനസ് സ്ഥാപിക്കണ്ടേ? ആ പുതിയ ബിസിനസ് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇതാണ് എന്റെ ലോജിക്ക്. കേട്ടല്ലോ, ഒരാൾ അധികാരത്തിലിരുന്ന് അത് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾ അഭിനന്ദിക്കാൻ കാരണം അതേ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണെന്നുള്ളതിൻ്റെ തെളിവാണിത്. ഈ നാടിനെ സംബന്ധിച്ച് വരുംകാല തലമുറയ്ക്ക് അതെങ്ങനെ ഗുണപ്പെടും, അധികാരത്തിലിരുന്ന സന്ദർഭങ്ങളിൽ ഓരോരുത്തർ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടായ സംതൃപ്തിയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയ ആർട്ടിക്കിൾ എന്ന് ഈ വാചകങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് താമസിക്കുന്ന, അതായത് കോൺഗ്രസിൽ ഇപ്പോൾ പടവാളുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന, അതായത് വിസ ഏകദേശം റെഡിയായിരിക്കുന്ന പഴയ ടീംസ് ഉണ്ടല്ലോ, അവർക്ക് ഈ കാഴ്ചപ്പാടില്ല. എനിക്ക് ശേഷം ഈ നാട്ടിൽ പ്രളയമെന്നാണ് ബാക്കിയുള്ള കോൺഗ്രസ്സുകാരുടെ കരുതൽ. എന്നാൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാകുമ്പോൾ ഇന്നത്തെക്കുറിച്ചല്ല, നാളത്തെക്കുറിച്ചും വരും തലമുറയെക്കുറിച്ചാണ് കാഴ്ചപ്പാടുണ്ടാകേണ്ടത്. തരൂർ പറയുന്നത് പോലെ താൻ MP ആയ കാലഘട്ടം തൊട്ട് തന്നെ കേരളത്തിൽ വ്യവസായം വരണം, നിക്ഷേപം വരണമെന്ന ആവശ്യം ആവർത്തിച്ചുന്നയിച്ചിരുന്നു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് അതിൽ പ്രകടമായ മാറ്റമുണ്ടായിരിക്കുന്നു. അവസാനത്തെ 3 വർഷം പരിഗണിച്ചാൽ കേരളം നേടിയിരിക്കുന്ന നേട്ടത്തെ മുൻനിർത്തി പറയുമ്പോൾ വരുംകാല തലമുറയ്ക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് പ്രശംസിക്കേണ്ടതാണ്. ആ നേട്ടം ചെറുതല്ല. 22ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിയ കേരളത്തിൻ്റെ മികവ് അത് എന്തുകൊണ്ട് മറച്ചു വയ്ക്കണം? അതിനെ പ്രശംസിക്കേണ്ടത് ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് തനിക്കത് തൻ്റെ ഉത്തരവാദിത്തമായി തോന്നി. അതുകൊണ്ട് പറഞ്ഞു. സ്വാഭാവികമായും രണ്ടുപേരും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന, അതായത് കോൺഗ്രസിൻ്റെ ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ നേതാക്കന്മാർക്ക് വേണ്ടിയല്ല വികസനം നടത്തുന്നത്, വരും തലമുറയ്ക്ക് വേണ്ടിയാണെന്നും ആകണമെന്നുമുള്ള തരൂരിൻ്റെയും പിണറായിയുടെയും കാഴ്ചപ്പാട് ഏകദേശം സമാനമാണ്. അവർ ഭരിക്കുന്നത് ഇന്ന് താമസിക്കുന്ന കോൺഗ്രസിൻ്റെ ഡേറ്റ് എക്സ്പയർ കഴിഞ്ഞ മടലുകൾക്ക് വേണ്ടിയല്ല, വരും കാലത്ത് ഭരിച്ചിരുന്ന സന്ദർഭങ്ങളിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ നാടിനെ ഉഴുതുമറിക്കുകയാണ്. ആ ഉഴുതുമറിച്ചിടുന്നിടത്ത് അവർ അവരുടെ ജീവിതം കരുപിടിപ്പിക്കട്ടെ എന്ന ചിന്തയാണ്. അതിന് കൈയടിക്കുക തന്നെ വേണം. അതിൽ തരൂർ പറഞ്ഞതുപോലെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രശംസിക്കുക തന്നെയാണ് വേണ്ടത്. നല്ലത് ചെയ്താൽ അത് പറയുക തന്നെ വേണം. അത് ഒരു മനുഷ്യൻ്റെ കടമയാണ്. കോൺഗ്രസ്സുകാരെ പോലെ, ലീഗുകാരെ പോലെ മണ്ടരി ബാധിച്ചവരാകരുത് എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം.